നമ്മൾ ഇന്ന് ഒള്ളി എന്ന് പറയുന്ന വാക്ക് ഒരു സെന്റൻസിന്റെ പല പൊസിഷനിൽ കൊണ്ടിടുമ്പോൾ അതിന്റെ മീനിങ് എങ്ങനെയാണ് മാറുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ സെന്റൻസ് എന്ന് പറയുന്നത് ഐ മെറ്റ് ഹിം ഇൻ ദ പാർക്ക് എന്നാണ് നമ്മുടെ സെന്റൻസ്. അതായത് ഞാൻ അവനെ പാർക്കിൽ വെച്ച് കണ്ടു എന്നുള്ളതാണ് നമ്മുടെ സെന്റൻസ്. അത് തന്നെ നമ്മൾ 4 പൊസിഷനിലായിട്ട് ഒള്ളി വെച്ചിട്ടുണ്ട്. അതിന്റെ മീനിങ് എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് ആണ് ഒള്ളി ഐ മെറ്റ് ഹിം ഇൻ ദ പാർക്ക്. അപ്പോൾ ഇവിടെ ഒള്ളി എന്ന് പറയുന്നത് ഈ ഐ എന്നുള്ള സബ്ജക്റ്റിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ മാത്രമേ അവനെ പാർക്കിൽ വെച്ച് കണ്ടുള്ളൂ എന്നാണ്. ഓക്കെ, ഒള്ളി ഐ മെറ്റ് ഹിം ഇൻ ദ പാർക്ക്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് ഐ ഒള്ളി മെറ്റ് ഹിം ഇൻ ദ പാർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഒള്ളി എന്ന് പറയുന്ന വാക്ക് മെറ്റ് എന്നുള്ള അഥവാ മീറ്റ് എന്നുള്ള വേർബിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അവനെ കാണുക മാത്രമേ ചെയ്തുള്ളൂ പാർക്കിൽ വെച്ച്. ഓക്കെ, സംസാരിക്കുക അതൊന്നും ഉണ്ടായില്ല. ഐ ഒള്ളി മെറ്റ് ഹിം ഇൻ ദ പാർക്ക്, അവനെ കാണുക മാത്രമേ ചെയ്തുള്ളൂ. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കിയേ, ഐ മെറ്റ് ഒള്ളി ഹിം ഇൻ ദ പാർക്ക്. അപ്പോൾ ഇവിടെ ഈ ഒള്ളി എന്ന് പറയുന്നത് ഹിം എന്ന് പറയുന്നതിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ഞാൻ അവനെ മാത്രമേ പാർക്കിൽ വെച്ച് കണ്ടുള്ളൂ, വേറെ ആരെയും കണ്ടില്ല, അവനെ മാത്രമേ പാർക്കിൽ വെച്ച് കണ്ടുള്ളൂ എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. അടുത്ത സെൻറ്റൻസ് ഓക്കെ, ഐ മെറ്റ് ഹിം ഒള്ളി ഇൻ ദ പാർക്ക്. ഒള്ളി ഇൻ ദ പാർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഒള്ളി എന്നുള്ളത് ഇൻ ദ പാർക്ക് എന്നുള്ളതിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്. വിച്ച് മീൻസ് എന്താ പറ്റിയത്, പാർക്കിൽ വെച്ച് മാത്രമേ അവനെ ഞാൻ കണ്ടുള്ളൂ, വേറെ സ്ഥലത്തൊന്നുമല്ല, പാർക്കിൽ വെച്ച് മാത്രമേ ഞാൻ അവനെ കണ്ടുള്ളൂ എന്നാണ് അതിൻ്റെ മീനിങ്. താങ്ക് യു. English Mithra. Stop worrying, start learning.